മൂന്നാം പിണറായി സർക്കാരിലേക്കുള്ള ചവിട്ടുപടിയായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുമില്ലെന്ന MV ഗോവിന്ദൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ ജനങ്ങൾ വിധിയെഴുതുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചു. 3 ദിവസത്തിനകം മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും പറഞ്ഞു. വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ തലങ്ങളിലും മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എല്ലാ വർഗീയ ശക്തികളാണ് അപ്പുറം ഇപ്പുറം മത്സരിക്കുന്നത്. ഈ രണ്ട് വർഗീയതക്കെതിരായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി അതിശക്തിയായ പോരാട്ടം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മുഴുവൻ നടത്തും. വലിയ മുന്നേറ്റമായിരിക്കും. അത് വരാൻ പോകുന്ന 3ാം ഘട്ടത്തിലേക്കുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവെപ്പുമായിരിക്കും. നല്ല സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി വാർഡ് കമ്മിറ്റികൾക്ക് പൂർണ്ണ അധികാരവും ചുമതലയും നൽകി. UDFന്റെ സീറ്റ് വിഭജനം നേരത്തെ ആരംഭിച്ചു. തർക്കരഹിതമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. സർക്കാരിന്റെ അവസാന നിമിഷങ്ങളിലെ പ്രഖ്യാപനങ്ങൾ അത് കേവലം വോട്ടിന് വേണ്ടിയുള്ള തട്ടിപ്പാണ് എന്ന് ജനങ്ങൾ നന്നായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്നു മുതൽ അടുത്ത ഒരു 2-3 ദിവസം കാൻഡിഡേറ്റ് ലിസ്റ്റ് എല്ലാം ഞങ്ങൾ പ്രഖ്യാപിക്കും. അഴിമതി രഹിത ഭരണം ഈ നാട്ടിൽ കൊണ്ടുവരണം. അത് BJP കൊണ്ടുവരും. സുനിൽ കൊണ്ട് വിവരങ്ങൾ നൽകാനായി. സുനിൽ കഷ്ടിച്ച് ഒരു മാസം തികച്ചില്ല. മുന്നണികളെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. നമുക്കറിയാം LDFന്റെ ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിൽ LDFും കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാമെന്നൊരു പ്രതീക്ഷയിൽ UDFും ഒപ്പം തന്നെ കഴിഞ്ഞ തവണ പിടിച്ച നഗരസഭയേക്കാൾ കൂടുതൽ BJPക്ക് 2 നഗരസഭയാണ് ആകെയുള്ളത്, പന്തളവും പാലക്കാടും. അതിൽ കൂടുതൽ നഗരസഭയും തദ്ദേശ സ്ഥാപനങ്ങൾ പിടിക്കാൻ വേണ്ടി BJPയും കച്ചമുറക്കി ഇറക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു, പ്രചരണം മറ്റടക്കം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എന്താണ് നൽകാനുള്ളത്? നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു മീറ്റർ റീഡിംഗ് ആയിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രമെടുത്താൽ സ്വാഭാവികമായും അത് എക്കാലവും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു ട്രെൻഡ് എല്ലാ കാലത്തും തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ടുകളിലുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോഴും അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ ഏറ്റക്കുറച്ചിലുകൾ ആർക്ക് അനുകൂലമാകുമെന്നത് ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു സൈനായിരിക്കും, ഒരു സൂചനയായിരിക്കും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വരേണ്ട കാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങളും അവരുടെ സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. നമുക്കറിയാം പല മുന്നണികളും പലയിടങ്ങളിലും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊക്കെ തുടക്കമിടുകയും ഒക്കെ ചെയ്തതാണ്. ഇനി വേണ്ടത് ഔദ്യോഗികമായൊരു പ്രഖ്യാപനമായിരുന്നു. ആ പ്രഖ്യാപനം എത്തിയിരിക്കുന്നു. കേവലം ഈ പറഞ്ഞതുപോലെ 30 ദിവസത്തിൽ താഴെ മാത്രമാണ്, കൃത്യമായി പറഞ്ഞാൽ 29 ദിവസം മാത്രമാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകാനുള്ള ഇനി ബാക്കി നിൽക്കുന്നത്. സ്വാഭാവികമായും ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് എല്ലാ മുന്നണികളും ഇതിനെ കാണുന്നത്. 9 വർഷക്കാലത്തെ ഭരണം, ആ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലാവും സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് LDF കരുതുന്നത്. LDFനെ സംബന്ധിച്ച് അവർ ഒരു 3ാം LDF സർക്കാർ എന്നുള്ളൊരു അത്തരമൊരു ലക്ഷ്യം വെച്ചിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എത്രത്തോളം പോസിറ്റീവായ ഒരു സൈൻ ഉണ്ടാകും എന്നത് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഏറ്റവും നിർണായകമായൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അവരതിനെ വളരെ ഗൗരവത്തിലെടുക്കുന്നത്. LDFനെ സംബന്ധിച്ച് അവർക്ക് എതിരായി വന്ന നിരവധി വിഷയങ്ങളുണ്ടായിരുന്നു. സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയും ഉയർന്നു വന്നിട്ടുള്ള നിരവധിയായ ആരോപണങ്ങളുണ്ടായിരുന്നു, വിവാദങ്ങളുണ്ടായിരുന്നു. മുന്നണിക്കുള്ളിൽ തന്നെ CPIയും തമ്മിൽ ഉണ്ടായിട്ടുള്ള ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. അങ്ങനത്തെ നിരവധിയായ വിവാദങ്ങൾ ഈ അടുത്ത കാലഘട്ടത്തിൽ സർക്കാരിനെതിരെ ഉയർന്നിരുന്നു. സ്വാഭാവികമായും ഈ 2 കാര്യങ്ങൾ, അതിൽ ഈ ഭരണവിരുദ്ധ വികാരത്തെ ബ്ലോക്ക് ചെയ്യാൻ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തിനാണ് LDF ഉള്ളത്. അത് ക്ഷേമ പെൻഷനുകൾ വലിയ തോതിൽ വർധന ഉണ്ടാകുന്നു. ഒപ്പം സർക്കാർ ജീവനക്കാരുടെ DA വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കമുള്ളവർക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിക്കുന്നു. ഈ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിക്കുക മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പേ അതിൻ്റെ ആദ്യ ഗഡു പണം ആളുകളുടെ കയ്യിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ള പൊതുവികാരം അല്ലെങ്കിൽ ഒരു ജനവികാരം ഉണ്ടെങ്കിൽ അതുകൊണ്ട് തടയാൻ, പ്രതിരോധിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസമാണ് LDFനെ സംബന്ധിച്ചുള്ളത്. മറ്റൊന്ന്, ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദങ്ങളിലൊന്ന് ശബരിമല വിവാദമാണ്. ശബരിമല വിവാദം ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടിനെ ബാധിക്കും എന്നൊരാശങ്ക സ്വാഭാവികമായും മുന്നണിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു, LDFനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ജയകുമാർ എന്ന് പറയുന്ന മുൻ IAS ഉദ്യോഗസ്ഥനെ
അതിൻ്റെ ഒരു പൊതു സ്വീകാര്യനായ ആളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായി നിയമിക്കുകയും സമുദായ സന്തുലിതാവസ്ഥയൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് CPI ആണെങ്കിൽ കൂടിയും അവരുടെ പ്രതിനിധിയെ നിശ്ചയിക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി ആ പ്രശ്നവും ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല അതിൽ അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടിലാണ് LDF ഉള്ളത് താനും. അതുകൊണ്ട് വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയിലാണ് CPM ഉള്ളത്. അതുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ആ ആത്മവിശ്വാസം അവരുടെ വാക്കുകളിൽ പ്രകടമാവുകയും ചെയ്യുന്നത്. കോൺഗ്രസ് ആവട്ടെ പക്ഷേ ഇത്തവണ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കാരണം നമുക്കറിയാം സാധാരണഗതിയിൽ കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട ദിവസത്തിൻ്റെ അന്നോ അല്ലെങ്കിൽ അതിന് തൊട്ട് തലേന്നോ ഒക്കെയാണ് സാധാരണ പ്രഖ്യാപിക്കുന്നതെങ്കിൽ തിരുവനന്തപുരം പോലുള്ള കോർപ്പറേഷനുകളടക്കം UDF നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് അവരവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തിരിച്ചടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF-നുണ്ടായി. അവർ മുഖ്യ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നു. 10 എന്ന് പറയുന്ന കേവലമായ ഒരു സംഖ്യയിലേക്ക് അവർ ഒതുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളിൽ ഒന്നായി അവർ വിലയിരുത്തിയിരുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വലിയ ഗൗരവത്തിൽ കോൺഗ്രസ് കാണുന്നില്ല, UDF കാണുന്നില്ല എന്നൊരു ഫീൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നാണ്. അതിനെ മറികടക്കാൻ ഇത്തവണ കഴിഞ്ഞു. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും, അതിപ്പോൾ കോഴിക്കോടായാലും കൊച്ചിയിലായാലും തിരുവനന്തപുരത്തായാലും ഒക്കെ പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളിലൊക്കെ ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. പ്രധാനപ്പെട്ട ആളുകളെ രംഗത്തിറക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അവർക്ക് കഴിഞ്ഞത് അവരെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായ കാര്യമാണ്. മാത്രമല്ല മുന്നണി എന്ന നിലയ്ക്ക് വലിയ ഒരു ഒന്നിച്ച് നീങ്ങാൻ കഴിയുന്നുണ്ട് എന്നത് അവരെ സംബന്ധിച്ച് ഒരു പോസിറ്റീവാണ്. ഇപ്പോൾ ചിലയിടങ്ങളിലൊക്കെ ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷനിലൊക്കെ ഇപ്പോഴും അവരുടെ ഈ ധാരണ ലീഗും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വിഭജന ധാരണകളൊന്നും ആയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതൊക്കെ പരിഹരിക്കാൻ കഴിയും 1-2 ദിവസം കൊണ്ട് എന്ന ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് UDF-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒരു പോസിറ്റീവായ ഫാക്ടർ എന്ന നിലയ്ക്ക് വിലയിരുത്താൻ കഴിയുന്നത്. മറ്റൊന്ന് സർക്കാർ വിരുദ്ധ വികാരം എന്നത് തന്നെയാണ്. സ്വാഭാവികമായും സർക്കാരിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഒരു പൊതുവികാരം ഉണ്ട് എന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്, UDF കണക്കുകൂട്ടുന്നത്. 9 വർഷക്കാലം ഭരിച്ച LDF സർക്കാരിനെതിരായി ഉയർന്ന വികാരം സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി UDF-ന് അനുകൂല ഘടകമായി മാറുമെന്നൊരു പ്രതീക്ഷ UDF-നെ സംബന്ധിച്ചുണ്ട്. മറ്റൊന്ന് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഈ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം അത്തരം സംഭവങ്ങളുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ശബരിമല വിഷയം അടക്കമുള്ള കാര്യങ്ങൾ, അതൊക്കെ ഭൂരിപക്ഷ സമുദായ വോട്ടുകളെ, വിശ്വാസികളുടെ വോട്ടുകളെയൊക്കെ നല്ല രീതിയിൽ അട്രാക്ട് ചെയ്യാൻ, ആകർഷിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. BJP ആവട്ടെ ചില കോർപ്പറേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൃത്യമായ പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച്, പാലക്കാട് പോലുള്ള നഗരസഭ കേന്ദ്രീകരിച്ച് അത്തരം അവർക്ക് പിടിക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ ഇത്തവണ പരമാവധി പിടിക്കുക, നേടുക, അത് കാണിച്ചുകൊണ്ട്, അതായത് ഞങ്ങളിങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തിട്ടുണ്ട്, അതിനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട് എന്ന് കാണിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി അക്കൗണ്ട് തുറക്കുക, പരമാവധി സീറ്റുകൾ നേടാൻ കഴിയുമോ എന്നുള്ളൊരു പ്രവർത്തനമാണ് BJP-യുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പക്ഷേ BJP നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അവരുടെ സംഘടനയ്ക്കുള്ളിൽ ഉണ്ടാകുന്ന വലിയ ഗ്രൂപ്പിസമാണ്, തമ്മിലടിയാണ്. അതിനെ ഓവർകം ചെയ്യാൻ ശരി, സുനിൽ ഐസക് സൂചിപ്പിച്ചതുപോലെ തന്നെ സമഗ്രമായി ഒരുങ്ങുകയാണ് എല്ലാ മുന്നണികളും. അപ്പോൾ പല സ്ഥലത്തും ഈ സ്ഥാനാർത്ഥി പട്ടിക ചൊല്ലിയുള്ള തർക്കങ്ങൾ വരുന്നു. പല സ്ഥലത്തും വലിയ തലത്തിൽ പ്രചാരണത്തിൽ ഒരുപടി മുൻപേ പോയി. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ സുനിൽ ഐസക് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപടി മുന്നേ പോയിട്ടുണ്ട് കോൺഗ്രസ് ഇവിടെ പ്രചരണത്തിൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിൽ കൃത്യമായി സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നണികൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സുനിൽ ഐസകാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.